ഇത്രയും രുചിയുള്ള ഒരു സാധനത്തിന് കോഴിക്കോടുകാരെന്തിനാണ് കൊച്ചിക്കാരുടെ പേരിട്ടതെന്നാണ് ഞാൻ ആലോചിച്ചത്. ആ കഥ ഞാൻ വഴിയെ പറയാം. ഇപ്പം നമുക്ക് വേഗം പോയിട്ട് കൊച്ചിക്കോയ ഉണ്ടാക്കിയാലോ? ഒരു കിലോ ചെറുപഴം കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനത്തെ പഴമായാലും ഒന്നുമില്ല, ഈ കറുത്ത നിറത്തിൽ വന്ന പഴമായാലും ഏതെങ്കിലും ചെറുപഴം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എടുക്കാം. 150 ഗ്രാമോളം ചെറിയുള്ളി, പിന്നെ ഒരു 50 ഗ്രാം ഇഞ്ചി, ദെൻ 2 ചെറുനാരങ്ങ, ദെൻ ആവശ്യത്തിനുള്ള തേങ്ങ, അവിൽ നമ്മൾ വറുത്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ശർക്കര വേണമെങ്കിലും എടുക്കാം. പിന്നെ കുട്ടികൾ ഇത് പഞ്ചസാര ഇട്ടാൽ മാത്രമാണ് ഇവിടെ കഴിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര എടുത്തത്. ശർക്കരയാവുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയെ തേങ്ങാപ്പാലാക്കിയിട്ട് മാറ്റാം. തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ഇങ്ങനെ വെള്ളം പോലെ ആയിട്ടുള്ള തേങ്ങാപ്പാൽ ആക്കരുത്, കുറച്ച് കട്ടിയുള്ളതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും. നമ്മളിവിടെ 2 കപ്പ് ആണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇതിലൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, പക്ഷെ കുറച്ചധികം തേങ്ങാപ്പാൽ നല്ല കട്ടിയിലുള്ളത് ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതാ ഈ ചെറിയുള്ളിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് അതിനെയും കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കാം. ഇത് അടിച്ചിട്ട് തന്നെ എടുക്കണം, അതിൻ്റെ നീരൊന്നുമില്ല. പിന്നെ കുട്ടികൾ കൂടെ കഴിക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിലെത്തിക്കോട്ടെ, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഈ ചെറിയുള്ളിയൊന്നും അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ നീരാക്കിയിട്ട് മാറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ നമുക്കത് കുഴപ്പമുണ്ടാവില്ലല്ലോ അതിൻ്റെ ഫ്ലേവർ. മറ്റേതാവുമ്പോൾ പഴത്തിൽ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നീരായിട്ട് അതിൽ ചേർക്കുമ്പം കുട്ടികൾ അറിയാതെ തന്നെ അതൊക്കെ അങ്ങോട്ട് ഉള്ളിലെത്തും. അപ്പോൾ ഇതൊരു കുട്ടികൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടെയാണ്. പിന്നെ ഇതേപോലെ തന്നെ ഇഞ്ചിയിൽ ചെറിയുള്ളിയിൽ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അതിൻ്റെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇഞ്ചിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് നമ്മളതിനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തപ്പോൾ കുറച്ച് അധികമായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇഞ്ചി നീര് കുറേ ആയിപ്പോയത്. അപ്പോൾ ഇത്രയും നമുക്ക് എടുക്കണ്ട, കാരണം കുറച്ച് വെള്ളം കൂടിയാലോ. ദെൻ ചെറുനാരങ്ങ ഒരു വലിയ ചെറുനാരങ്ങയാണ്, അതിൽ ഒരു 1.5 ചെറുനാരങ്ങയാണ് നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള 1 കിലോ ചെറുപഴമാണ്. അത് ഇഷ്ടമുള്ള മൈസൂർ പഴമോ അല്ലെങ്കിൽ വേറെ എന്താണോ പഴമുള്ളത്, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരിക്കുന്ന പഴം എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിങ്ങനെ കളറൊക്കെ മാറി വരൂലേ, അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രുചി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. കോഴിക്കോടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള കൊടുവള്ളി, താമരശ്ശേരി എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ ഏരിയകളിൽ അവരുടെ സ്വന്തം തനതായിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് ഈ കൊച്ചിക്കോയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പഴത്തിൻ്റെ തോല് കളയലാണ് ഒരു പ്രധാന പരിപാടി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇടിച്ചെടുക്കുകയാണ് വേണ്ടത്, ഉടച്ചിട്ട് എടുക്കുക. ദെൻ നമ്മളതിനെ മിക്സിയിലൊന്നും ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കിയിട്ട് നമ്മളതിനെ എടുക്കണം. മധുരമൊക്കെ വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ചെറിയുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി നീര്, പിന്നെ ചെറുനാരങ്ങ, അതൊക്കെയും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് മെല്ലെ മെല്ലെ മിക്സാക്കി കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ പഴം ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും, പക്ഷേ ചെറിയുള്ളിയൊന്നും മിക്കവാറും കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു രൂപത്തിലാക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അവരുടെ വയറ്റിൽ അങ്ങ് എത്തിക്കോളും. അപ്പോൾ ചെറിയുള്ളി ചേർത്തു, ഇഞ്ചി നീര് ചേർത്തു, ദെൻ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ ഉപ്പ് കൂടെ ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായി യോജിപ്പിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചിട്ട് യോജിപ്പിക്കുക. ഇതിൻ്റെ പേരിൽ ശരിക്കൊരു കൗതുകം ഉണ്ടല്ലേ, കൊച്ചിക്കോയ എന്ന് പറയുമ്പോൾ. അത് ചിലപ്പോൾ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് കുറച്ചൊരു ഹ്യൂമർ സെൻസൊക്കെ നന്നായിട്ടുള്ളവരല്ലേ, അങ്ങനെ എങ്ങാനും വന്ന പേരായിരിക്കും. എനിക്കും ശരിക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല.
എന്തായാലും നമ്മളതൊരു ദിവസം തപ്പി കണ്ടുപിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ ഈ തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി. ഇതുപോലെയാണ് അതിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്ക് അതിൻ്റെ രുചിയൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം ഇവിടെ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ കയ്യിലുള്ള അവിൽ ബ്രൗൺ അവിലാണ് കുറച്ചുകൂടെ നല്ലത്. നാടൻ അവിലായിരിക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് വറുക്കുക. എന്നിട്ട് നമ്മളൊരു ബസ്സിയിലേക്ക് ഇടുക. ബസ്സി പറയുമ്പം കോഴിക്കോടുകാർ പണ്ടൊക്കെ ബസ്സി എന്നല്ലേ പറഞ്ഞിരുന്ന പ്ലേറ്റിന്. അപ്പോൾ അതിലേക്ക് ഇടുക അവിൽ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ കറിയൊക്കെ കോരി ഒഴിക്കില്ലേ, അതുപോലെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അവിൽ കഴിക്കുക. അങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് കൊച്ചിക്കോയ എന്ന് പറയുന്നത്. ഇത് 2 രീതിയിൽ കഴിക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് എനിക്കിഷ്ടമുള്ള രീതിയിൽ, ഇതിൽ നെയ്യും കൂടെ ചേർക്കാം. അതെനിക്ക് നെയ്യ് ഇഷ്ടമുള്ളതുകൊണ്ട് ചേർക്കുകയാണ്. ഇതാണ് ഒരു ട്രഡീഷണൽ വേല ഇത് കഴിക്കുന്നത്. ഇത് കാണുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഇതിൻ്റെ രുചി. നല്ല രുചിയുള്ള സാധനമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനി അടുത്തത് ഞാൻ കുറച്ച് വൈബാക്കിയിട്ട് എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഒന്ന് ഞാൻ ആ പഴം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കും. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ അവിൽ നല്ലോണം കറുകറൂന്ന് അങ്ങനത്തെ സൗണ്ട് വരുന്നവരെയും വറുത്തെടുക്കും. നല്ലോണം വറുത്തെടുക്കും. അതൊന്ന് തൊടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അങ്ങനെ വറുത്തെടുത്ത അവിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബസ്സിയിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് നമ്മുടെ കശുവണ്ടിയും എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട സാധനമൊക്കെ കിസ്മിസോ എന്താണെന്ന് വെച്ചാൽ അതും കൂടെ അവിടെ വറുത്ത് വയ്ക്കും. എന്നിട്ട് ഇതിലേക്ക് ആ പഴം നല്ല തണുത്തിരിക്കുന്ന ആ പഴയില്ലേ നമ്മുടെ കൊച്ചിക്കോയ, ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഈ നെയ്യൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും പറയാനില്ല, അത്രയും രസമാണ്. തണുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ കറുമുറു എന്നുള്ള സൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു രുചിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ട് വിവിധ ഭാഗങ്ങളിലുള്ള രുചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ബട്ടൻ്റെ കാര്യം മറക്കരുത്.